ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ബിരിയാണിക്ക് വേണ്ടി ചിക്കൻ ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് ഓവർനൈറ്റ് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനിയൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മുഴുവൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ചിക്കന് ഇത്രയും ഓയിലും മതിയാകുമെന്ന്. ചിക്കനിൽ നിന്നുള്ള വെള്ളവും ഓയിലും കൂടി ആകുമ്പോൾ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് നല്ല വെള്ളമൊക്കെ വരാൻ തുടങ്ങി. ഈ വെള്ളം മതിയാകും ചിക്കൻ നല്ല പാകത്തിന് വെന്ത് കിട്ടാൻ. ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിൽ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആവാനുണ്ട്. ചിക്കൻ ഇരുവശവും നല്ലപോലെ മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാകം. ഇനി നമുക്കിത് മൂടി മാറ്റി വയ്ക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാള നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ഞാനിവിടെ 1 കിലോ സവാള സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏകദേശം 1 സവാള ഞാൻ ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഡെക്കറേഷനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്തെടുക്കാം. ഇവിടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സവാളയും ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1 കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ഫ്രഷ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയുള്ളതായതുകൊണ്ട് 5 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ മതി. ഇത് വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ല വെന്തുടഞ്ഞ് വരുമ്പോഴേക്കും ആവശ്യത്തിന് മല്ലിയില, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ നേരത്തെ ഗോൾഡൻ ബ്രൗൺ ആക്കി വെച്ചിരിക്കുന്ന സവാള, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം.
2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കണം. ചിക്കനിലേക്ക് മസാല ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് മൂടി മാറ്റി വയ്ക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ഖൈമ റൈസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 3 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു വലിയ നോൺ സ്റ്റിക്ക് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതോടൊപ്പം 1.5 ടേബിൾ സ്പൂൺ ഘീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 കഷ്ണം പട്ട, 5 ഏലക്ക, ഒരു 10 ഗ്രാമ്പു, ഒരു ബേ ലീഫ് 2ആയി മുറിച്ചത് ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച അരിയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അരി എപ്പോഴും ഇങ്ങനെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അരിയുടെ രുചിയും മണവും ഡബിൾ ആവുന്നത്. 5 മിനിറ്റോളം ഇങ്ങനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. ഏഴ് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം വറ്റിയിട്ടില്ല, കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെയിം പാത്രത്തിൽ തന്നെയാണ് ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റൈസ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ആദ്യം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കണം. അതിന് മുകളിലായി റൈസ്, മസാല ഇങ്ങനെ 2 ലെയറാക്കി സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ ലെയറിൽ നമ്മൾ നേരത്തെ ഗോൾഡൻ ബ്രൗൺ ആക്കി വെച്ചിരിക്കുന്ന സവാളയും പൈനാപ്പിൾ ചോപ്പ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും റൈസ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പൈനാപ്പിളും കൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഈ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.